അഹമ്മദാബാദ് വിമാനാപകടം. വിമാനം തകർന്നു വീണത് ഹോസ്റ്റലിനു മുകളിൽ. 5 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. വിമാന ദുരന്തത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ദാരുണാന്ത്യം. അഹമ്മദാബാദ് BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിലേക്കാണ് വിമാനം തകർന്നു വീണത്. 5 മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണം കഴിക്കുമ്പോഴാണ് ഹോസ്റ്റലിന് മുകളിലേക്ക് വിമാനം തകർന്നു വീണത്. 232 യാത്രക്കാരും 10 ജീവനക്കാരും ഉൾപ്പെടെ 242 പേരുമായി പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടൻ തകർന്നു വീഴുകയായിരുന്നു. ഹോസ്റ്റലിലുണ്ടായിരുന്ന 40ഓളം ഡോക്ടർമാർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം അറിയിച്ചു. ഇന്നുച്ചയ്ക്ക് 1:43 അപകടം. അപകടത്തിന്റെ വ്യാപ്തി അനുസരിച്ച് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. അപകടത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യത തീരെ കുറവാണെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പത്തനംതിട്ട സ്വദേശി രഞ്ജിത ഗോപകുമാറും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ഗുരുതരമായി പരിക്കേറ്റവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉൾപ്പെടും. വിമാനയാത്രക്കാരിൽ 169 പേർ ഇന്ത്യക്കാരും 53 പേർ ബ്രിട്ടീഷ് പൗരന്മാരും 7 പേർ പോർച്ചുഗീസ് പൗരന്മാരുമാണ്. ഒരു കനേഡിയൻ പൗരനും വിമാനത്തിലുണ്ടായിരുന്നു. 11 കുട്ടികളുമുണ്ട്. ഒരു കൈക്കുഞ്ഞുമുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 6 സംഘവും BSFന്റെ 2 സംഘവും CISFും രംഗത്തുണ്ട്. കൂടാതെ വെസ്റ്റേൺ റെയിൽവേയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംഘവും സ്ഥലത്തുണ്ട്.